നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാറുകളിൽ ലാച്ചകളിലൊക്കെ സാധാരണ കാണുന്ന പാഡാണത്. ചില സ്റ്റിച്ചിങ് സെൻറ്ററുകൾ ബ്ലൗസിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനത്തെ പാഡ് വെക്കാറുണ്ട് അല്ലേ. ചിലവരത് ഉപയോഗിക്കാറില്ല, അതെടുത്ത് കളയലാണ് പതിവ്. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം എന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു 4 പീസ് തുണികൾ 2 സെറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഒരു കളറും ഒരെണ്ണം ഡിഫറെൻറ്റ് കളറുമാണ്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാഡിൻ്റെ നടുവിൽ വേണം ഒന്ന് കട്ട് ചെയ്യണം. അപ്പം അത് കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ക്ലിപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൃത്യ നടു നോക്കിയിട്ട് ക്ലിപ്പ് ഇളകുകയാണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കൃത്യ നടുവായിട്ട് ഒന്ന് ആ പാഡ് ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ കോർണർ ഇതുപോലെ ഒന്ന് വെട്ടിക്കളയാം. 2ൻ്റെയും കോർണർ വെട്ടിക്കളയാം കേട്ടോ. അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അത് കറക്റ്റ് ലെവലാക്കി വയ്ക്കാം. എത്രയേ ഉള്ളൂ. അങ്ങനെ 2 നമ്മൾ മാറ്റി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തുണിയുടെ മുകളിൽ അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ആ തുണിയോട് കൂടിയിട്ട് ഈ പാഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ആ പാഡിൻ്റെ തുണി ഉണ്ടല്ലോ, നേരത്തെ തയ്യാറാക്കി വെച്ച ആ 3 പീസ് തുണിയുടെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്കിത് 4 കൂടിയിട്ട് ഒന്നും കൂടെ കൂട്ടി തയ്ക്കണം. അപ്പോൾ ഞാനത് 1 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ക്കേണ്ടത് കേട്ടോ. 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 പുറത്ത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടോ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ആ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിൽ കൂടെ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്തെ ബാക്കിയുള്ള വേസ്റ്റ് തുണികൾ ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഇതിൻ്റെ പാഡല്ല കേട്ടോ, അതിൻ്റെ തുണിയുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. 1 ഇഞ്ച് വിട്ടിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് വിട്ടിട്ട് വേണമെങ്കിൽ തയ്ക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ തയ്ച്ച തുണി 4 പീസായിരുന്നല്ലോ, അത് 2 പീസ് വെച്ചിട്ട് നമ്മൾ മറിച്ചിട്ടു. ഓക്കെ, അതിൻ്റെ ആ മുനയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. സെറ്റാക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഓപ്പണാണ് കേട്ടോ, ഇപ്പോഴും ഒരു ഭാഗം ഓപ്പണാണ്, അതവിടെ അടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെറ്റ് റെഡിയാക്കി. ഇനി നമ്മൾ 2 സെറ്റും കൂടെ ഇതുപോലെ റെഡിയാക്കി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5-6 ഇഞ്ച് നീളത്തിലുള്ള ഒരു 3 ഇഞ്ച് വീതി, അത്ര മതി. അങ്ങനെയുള്ളൊരു ഇതുപോലെ ഒരു റിബൺ റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ, അത് ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കിയിട്ട് ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ റിബൺ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. റെഡിയാക്കുക. എന്നിട്ട് ആ മടക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക. അത്രേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമതും ഇതുപോലെ ഉള്ളിലേക്ക് റിബൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ട് പാത്രങ്ങളൊക്കെ അടുക്കളയിൽ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. വളരെ യൂസ്ഫുള്ളാണ്. ചെയ്തു നോക്കൂ. വെറുതെ കളയുന്ന ഒരു പാഡ് കൊണ്ട് ഉണ്ടാക്കിയതാണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ. ഓക്കെ, താങ്ക്